നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അഷ്റഫ് എന്ന വാക്കിന് അറബിയിൽ മോസ്റ്റ് ഹോണറബിൾ അല്ലെങ്കിൽ വെരി നോബിൾ എന്നാണ് അർത്ഥം. ആ പേരിനെ അർത്ഥവത്താക്കുന്ന ഒരു അഷ്റഫാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അസ്സലാമു അലൈക്കും അഷ്റഫ്. വലൈക്കും അസ്സലാം. കോഴിക്കോടാണ് സ്വദേശം അല്ലേ? കോഴിക്കോടാണ്. കോഴിക്കോട് ഇരിങ്ങലൂർ എന്ന് പറഞ്ഞ സ്വദേശം. താമസിക്കുന്നത്? ഇപ്പോൾ താമസിക്കുന്നത് വാഴക്കാട്, മലപ്പുറം. വാഴക്കാട്. റഫി സാബിൻ്റെ പാട്ടുകൾ പാടുകയല്ല, ഒരു തുടർച്ചയായി 125 ഗാനങ്ങളൊക്കെ 12 മണിക്കൂർ നിർത്താതെ സ്റ്റേജിൽ അവതരിപ്പിച്ചു താങ്കൾ മറ്റ് സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര ഒരു അഭിമാനം തോന്നിയ നിമിഷം. കാരണം അത് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്? കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട്, പ്രത്യേകിച്ചും കോഴിക്കോട് വെച്ചിട്ട് ഒരു പരിപാടി നടത്താറും തന്നെ വലിയൊരു ഭാഗ്യമാണ്. പ്രത്യേകിച്ചും റഫി സാബിൻ്റെ പാട്ട്. അല്ല, റഫി കേരളത്തിൽ എനിക്ക് തോന്നുന്നത് റഫി സാബിനെ ഏറ്റവും കൂടുതൽ ആരാധകരും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗീതാസ്വാദകരുള്ളത് ഒരുപക്ഷെ കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ കാരണം മുംബൈയിലെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ആളുകൾ റഫി സാബ് അത്രയേറെ നെഞ്ചിലേറ്റി പാട്ടുകളെ പറ്റിയിട്ട് നന്നായി അറിയുന്ന ആൾക്കാരും. അപ്പോൾ അവിടെ വെച്ചിട്ട് 125 പാട്ടുകളൊക്കെ പാടുമ്പോൾ അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു 6 മാസത്തെ പ്രയത്നമാണ്, കഠിനമായ പ്രയത്നം കൊണ്ടാണ് പരിപാടി ഞാൻ ഒരു അവസാന വിജയത്തിലെത്തി. അതിൻ്റെ പിന്നിൽ കുറേ നല്ല സുഹൃത്തുക്കളെ സപ്പോർട്ടും പിന്നെ മാധ്യമങ്ങളൊക്കെ വളരെ നല്ല രീതിയിലത്. എത്ര സമയം മുതലാണ് തുടങ്ങിയ പാട്ട് പരിപാടി? രാവിലെ ഒരു 9:45 സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 9, രാത്രി 9:40 അവസാനിച്ച്. അത്രയും നേരം സദസ്സിൽ ആളുകളുണ്ട്? രാവിലെ തുടക്കത്തിൽ കുറച്ച് ആളല്ലേ, പക്ഷേ പകുതി ആയപ്പോൾ തന്നെ ആൾ ഫുള്ളായി. പിന്നെ ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ എത്തി. ലാസ്റ്റ് വരെ വലിയ റോഡ് തന്നെ. അത് ഭക്ഷണമൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ ഒരു ബ്രേക്കും ഇല്ലാതെയാണ് ചെയ്യുന്നത്? ഒരു ബ്രേക്കും ഇല്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം കുടിക്കും, ചൂടുവെള്ളം അങ്ങനെ കുടിക്കും. അപ്പോൾ അത്രയും സമയം ഈ ഓർക്കസ്ട്ര ടീമും ഇരിക്കണ്ടേ? അത് ഓർക്കസ്ട്ര വൈകുന്നേരം ഒരു 31 സോങ് മാത്രമേ. ബാക്കി സോളോ ആയിട്ട് ഇങ്ങനെ കരോക്കല പോയിട്ട് അങ്ങനെ പാടിപ്പോയതാണല്ലേ? 90 സോളോ, 25 ഡ്യുവറ്റ്. അത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള റഫി സാബിൻ്റെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ആർക്കെങ്കിലും അറിയായിരുന്നോ? റഫി സാബിൻ്റെ മകന് അറിയായിരുന്നു. മകൻ ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് വിളിച്ചു, പിന്നെ ആശംസ അറിയിച്ചു ലൈവായിട്ട്. അതൊരു വലിയ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം. കാരണം 122ാമത്തെ സോങ് പാടുമ്പോഴാണ് ഷാഹിദ് റഫി വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആശംസ അറിയിച്ച് എൻ്റെ ഉപ്പയുടെ ആത്മാവിനോട് കൂടെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു. വലിയൊരു അനുഭവം. ഹിന്ദി സംസാരിക്കാൻ അറിയാം? അറിയില്ല. ഇതിങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ളൊരു ഇതാണ്? പാട്ടുകൾ കേട്ട് പഠിച്ചത്. ശാസ്ത്രീയമായി പാട്ടുകളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. റഫി സാബിൻ്റെ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? അല്ലെങ്കിൽ അഷ്റഫ് എപ്പോഴും വീണ്ടും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്? അല്ല, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റഫി സാബിൻ്റെ എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ എന്നാലും എപ്പോഴും ഇങ്ങനെ വീണ്ടും മൂളണം അല്ലെങ്കിൽ പാടണമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എല്ലാ സ്റ്റേജിലും നിങ്ങൾ ആവർത്തിക്കുന്ന ഒരു പാട്ട്, അത് മാത്രം 4 വരികൾ. ഞാൻ റഫി സാബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ എല്ലാ പാട്ടും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പക്ഷേ ഞാൻ ആദ്യമായി കേട്ടൊരു പാട്ട് എൻ്റെ ജീവിതത്തിൽ, ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ ആദ്യമായി കേട്ടിട്ട് ആ പാട്ട് മനസ്സിലേക്ക് വന്ന്, ആ പാട്ട് പ്രായം ഒരു 4ാം ക്ലാസ്സിൽ സ്കൂൾ പഠിക്കുമ്പോൾ. അപ്പോൾ റേഡിയോയിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ആ പാട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരാ പാടിയെന്നുള്ളത് അന്ന് നമ്മളെ കുട്ടിപ്രായമല്ലോ, അങ്ങനൊന്നും അറിയില്ല, ആരാ പാടിയതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ആ പാട്ട് ചാഹുങ്ക मैं तुझे चाहूंगा मैं तुझे सांझ सवेरे फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा आवाज मैं न दूंगा चाहूंगा मैं तुझे सांझ सवेरे. ഈ പാട്ടാണ് ഞാൻ ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ പാട്ട് നിങ്ങളെ മനസ്സിൽ കയറി അന്ന് മുതലാണ് റഫി സാബിനോട് ഇഷ്ടം തോന്നുന്നത്. പക്ഷെ അത് പാടിയത് റഫി സാബാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? അത് പാടിയത് റഫി സാബാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് റഫി സാബ് എന്ന് പറഞ്ഞൊരു ചെറിയ പ്രായമല്ലോ, നമ്മളൊരു റഫി സാബ് അല്ലെങ്കിൽ പാട്ടിൽ കേൾക്കില്ല. അങ്ങനെയാണ് ആ പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പം വീണ്ടും ആ പാട്ട് കേൾക്കുമ്പോൾ അത് പാടിയ ആൾ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ പറയും റേഡിയോയിൽ. അപ്പം റഫി സാബ് ഇങ്ങനെ, അപ്പം മുഹമ്മദ് റഫി
മുകേഷ് അങ്ങനെയുള്ള ഇതിങ്ങനെ വരുമല്ലോ. അപ്പം പിന്നെ ഞാൻ ഈ മുഹമ്മദ് റഫി എന്ന് പറഞ്ഞ ആളുകളെ പാട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു വോയിസ്. സ്കൂളിൽ വളവണ്ണ LP സ്കൂളിൽ, പിന്നെ കിനാശ്ശേരി ഹൈസ്കൂള്. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് വരെ പഠിച്ചു. ഓക്കെ. പിന്നെ അതിന് ശേഷം ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ മറ്റേ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ പങ്കെടുക്കില്ലായിരുന്നു. പക്ഷേ പാട്ട് കേൾക്കും. പക്ഷെ ഒരാളെ മുമ്പിൽ പാടാൻ എനിക്ക് അന്നൊരു ധൈര്യക്കുറവുണ്ടെങ്കിൽ ആളെ മുമ്പിൽ എങ്ങനെ പാടും എന്നുള്ളത്. പക്ഷെ പാടാൻ ഞാൻ നന്നായി പാടും. പക്ഷെ ആ ഒരു ഇതിന്ന് ഞാൻ പുറത്തേക്ക് ചാടിയത് കോവിഡിൻ്റെ സമയത്താണ്. കാരണം അതുവരെ ഞാൻ ഇങ്ങനെ പാടും, ആളുകളെ മുമ്പിൽ പാടാൻ ഭയങ്കര മടിയാണ്. പക്ഷെ അത് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് ഒരു റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പാടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഞാൻ ആളെ മുമ്പിൽ സുഹൃത്തുക്കളുടെ മുമ്പിലാണ് ആദ്യമായി പാടി. അങ്ങനെയാണെങ്കിൽ പാടാനുള്ള ആ ഒരു ധൈര്യം വന്നു. സഭാഗം അവസാനിക്കുമ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ആദ്യമായി പാടിയ ഒരു പാട്ട് സുഹൃത്തുക്കള് ये रेशमी जुल्फे ये शरबती आंखें इन्हें देख कर जी रहे हैं सभी. ഈ പാട്ടാണ്. അതോടുകൂടി സഭാകമ്പം മാറി. ആദ്യമായിട്ടൊരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ആദ്യമായി സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഈ 2022 ഞാനൊരു 100 പാട്ട് റഫീസാവിൻ്റെ പറയും. അല്ല, അപ്പോൾ ആദ്യമേ അങ്ങനെ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, 100 പാട്ടുകൾ? അതെ, ഞാനൊരു സ്റ്റേജിൽ കുറച്ച് ആളുകളുടെ മുമ്പിൽ, ഒരു 100 കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഒരു വലിയൊരു പ്രോഗ്രാം ഞാൻ പാടാൻ വരുന്നത് ഈ പ്രോഗ്രാം 100 പാട്ടുകൾ. അപ്പോൾ ആ 100 പാട്ടുകൾ പഠിച്ചെടുക്കാൻ സമയം എടുത്തുണ്ടാവും. ഒരു 3 മാസം കൊണ്ട് ഞാൻ 100 പാട്ട് ഏകദേശം ഒരു ദിവസം ഒരു പാട്ടെടുത്ത് പഠിക്കും. അത് എങ്ങനെയാണ്? റഫി സാബിൻ്റെ പാട്ടുകളുടെ പുസ്തകം വെച്ചിട്ടാണോ പഠിക്കുന്നത്, അതല്ല യൂട്യൂബ് നോക്കിയിട്ടാണോ? അത് യൂട്യൂബിൽ പാട്ടിൻ്റെ വീഡിയോ എടുക്കും, അത് കേൾക്കും, അത് കേട്ടിട്ട് ഇങ്ങനെ പഠിക്കും. ഈ നോട്ടിൽ എഴുതിയിട്ട്. അപ്പോൾ ഈ ഹിന്ദി ഉച്ചാരണമൊക്കെ ഹിന്ദി ഉറുദു ഒക്കെ ആണല്ലോ അവരുടെ പാട്ടുകളിൽ കൂടുതൽ വരുന്നത്. അതിൻ്റെ ആ ഉച്ചാരണമൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും കേട്ടിട്ട് അങ്ങനെ റഫീസാന്റെ പാട്ട് ഒരു ഉറുദു ടച്ചാണ്. പിന്നെ ഉച്ചാരണം ഒരു നമ്മൾ ഈ സാധാരണ ഒരു സിംഗറെ സാധാരണ ഹിന്ദി പാട്ടിന് ഉച്ചാരണമല്ല വരിക. വേറെ എന്തോ ഒരു കൂടുതലായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ ഇവർ മറ്റുള്ള ആൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കേട്ട് അങ്ങനെ തന്നെ അതെല്ലാം ഇതിൻ്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുന്നത്. പാട്ട് ഒരു ഗുരുക്കന്മാരുണ്ടായിട്ടില്ല ഈ രംഗത്ത്? ഗുരുക്കന്മാരല്ല. ഒന്നാമത് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ശീലം എന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെ കേട്ട് അല്ലെങ്കിൽ കണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് അതുപോലെ ചെയ്യാൻ ഞാനിങ്ങനെ ശ്രമിക്കും. പക്ഷേ ശ്രമം എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കും. അതൊരു വാശിയാണ്. അപ്പോൾ അതങ്ങനെ എനിക്ക് റഫീസാവിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് പഠിക്കണം തോന്നും. അപ്പോൾ അതിങ്ങനെ കേട്ട് പഠിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും കളിയാക്കിയാൽ പോലും വീണ്ടും അവരുടെ മുമ്പിൽ വാസ്തവത്തിൽ ആ വാശി, ചെറുപ്പത്തിലുള്ള ആ വാശി ഭാഷ വളരെ ഉപകാരത്തിൽ ഇപ്പോൾ 10,000-കണക്കിന് ആളുകൾ അറിയുന്ന ഒരു പാട്ടുകാരനായിട്ട് അഷ്റഫിനെ മാറ്റിയത് ആ വാശിയാണ്. അതാ വാശിയാണ്. കാരണം വാശി പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്കത് വിജയത്തിലെത്താൻ കഴിയുന്നുള്ള ഒരു ഇത്. കറക്റ്റ് റഫി സാബിൻ്റെ ഒരു ശബ്ദമായിട്ട് സാമ്യമുണ്ടെന്ന് ആദ്യമായി പറഞ്ഞതാരാ? അത് നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കൾ. ഞാൻ കുമാരസ്വാമിയുടെ പാട്ടുകളൊക്കെ പാടല് അധികം. അപ്പോൾ റഫി സാബിൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ അതിനോട് പറഞ്ഞു, നിങ്ങൾക്ക് റഫി സാബിൻ്റെ പാട്ടാണ് നല്ലത്, ആ ഒരു വോയിസ് ടച്ച് ഉണ്ട്, അപ്പം അത് ഒന്ന് അതിൽ ആ ഒരു വാക്കാണ് ഞാൻ പിന്നെ കൂടുതൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സുഹൃത്തുക്കളുടെ ഇടയിലാണ്. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം ആണ് കൂടുതൽ. ഞാൻ കൂടുതലായിട്ട് റഫീസാന്റെ പാട്ടുകൾ തന്നെ പിന്നെ പാടാൻ തുടങ്ങി. റഫീസാന്റെ പാട്ടാണ് എനിക്ക് പാടാൻ ഇഷ്ടം ആദ്യമേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. അപ്പം മറ്റേ പാട്ടുകളൊക്കെ ഞാൻ പാടുമ്പോൾ അങ്ങനെ പാടുന്നേ ഉള്ളൂ. പക്ഷേ റഫീസാന്റെ പാട്ട് വളരെ മനസ്സിനുള്ളുന്നാണ് പാടുക. അപ്പോൾ അത് ആ ഒരു ഗായനമുള്ളൊരു ഇഷ്ടം. അപ്പോൾ പിന്നെ ആ ഒരു പാട്ടുകൾ തന്നെ പാടാം. ഇപ്പോൾ ഞാൻ റഫീസാന്റെ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ എവിടെ പോലും, മറ്റേ പാട്ടുകൾ പാടില്ല. റഫി സാബ് ജനിച്ചത് 1924 ഡിസംബറിൽ ആണല്ലോ ജനിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യമായി പാടുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അതൊരു കൃഷിക്കാരുടെ ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ, ജന്മികളായ ആളുകൾ കൃഷി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഫക്കീർ, അന്ന് പണ്ടത്തെ ഫക്കീർമാരുണ്ടല്ലോ പാട്ടുപാടി ഇങ്ങനെ വരുന്നത്, വീടുകളിലൊക്കെ കയറി ഇറങ്ങിയ ഫക്കീർ പാടുന്ന ഒരു പാട്ട് ഗ്രാമീണരുടെ മുമ്പാകെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അതാണ് അദ്ദേഹത്തിന് ആദ്യമായി കിട്ടുന്ന ഒരു പ്രോത്സാഹനം, ഒരു അംഗീകാരം. അതിൽ നിന്നാണ് അദ്ദേഹം പാട്ട് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് അതിനെതിരായിരുന്നു. അക്കാലത്ത് കുട്ടികളെ പാട്ട് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് എതിരായിരുന്നു. മറ്റേ കൃഷിയിലൊക്കെ സഹായിക്കുക എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഉദ്ദേശം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഈ ഹമീദ്,
അദ്ദേഹം റഫി സാഹിബിനെ ലാഹോറിൽ പറഞ്ഞയച്ചിട്ട് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം സംഗീതത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. 1942 മറ്റാണ് അദ്ദേഹം ബോംബെയിലെത്തുന്നത്. 1943 അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാടാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. റഫി സാഹിബിൻ്റെ പല ഇതിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ഭക്തിഗാനങ്ങളുണ്ട്, പ്രണയഗാനങ്ങളുണ്ട്, വിരഹഗാനങ്ങളുണ്ട്. അഷ്റഫിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തിഗാനം. അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങളിൽ എല്ലാ ഭക്തിഗാനങ്ങളും ഒരു ഇതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്തിഗാനം പാടാം. सुग के सब साथी दुख में न कोई, सुग के सब साथी दुख में न कोई, तेरे नाम मेरे नाम मेरा नाम एक साचा तू गान कोई, सुख के सब साथी दुख में न कोई. ഇത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇല്ല, സിനിമ ഏതാണെന്നറിയില്ല. നിങ്ങൾ സ്റ്റേജിൽ പാടാറുണ്ട് ഈ പാട്ട്? ആ, പാടുന്നു. ഇപ്പോൾ ഈ 125 ഗാനങ്ങൾ ചേർന്നിട്ടുള്ളപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിയാണ് ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായി ഗാനമേളക്കൊക്കെ പോകുന്നതാണ് അല്ലേ? അപ്പോൾ ഈ 125 പാട്ടുകൾ പാടി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് ശേഷം എന്താണ് അഷ്റഫിൻ്റെ ജീവിതത്തിൽ വന്നൊരു ചേഞ്ച്? ജീവിതത്തിലൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മൾ പഴയമാതിരി ആളുകളോട് ഉള്ള രീതിയിലല്ല, എല്ലാവരോടും നല്ല രീതിയിൽ എന്താ പറയുക, എല്ലാ ആളുകളോടും സ്നേഹത്തോടെ കൂടി. കാരണം വലിയ സ്നേഹം കിട്ടണം ആളുകളുടെ അടുത്ത് ഇങ്ങോട്ട്. അപ്പം തിരിച്ചും നമ്മൾ അങ്ങോട്ട് എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളൊരു ജീവിതം മാറുകയാണ്. ഇപ്പോൾ ഒരാൾ വന്ന് കണ്ടാൽ നമ്മളെ ചിരിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി കൈ കൊടുത്ത്, ഇല്ലെങ്കിൽ ആൾ പറയും ഓന് ഇപ്പോൾ ഈ ഒരു വലിയ രീതിയിൽ ചെയ്തപ്പം വലിയ അഹങ്കാരി പോയി എന്നുള്ളത്. അപ്പോൾ ആളുകളോടൊക്കെ അല്ല, ഞാൻ പറഞ്ഞില്ല അഷ്റഫ്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ മോസ്റ്റ് ഹോണറബിൾ എന്നാണ് ഈ വാക്കിന് അറബിയിൽ അർത്ഥം. അതായത് ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചവരോട് സ്നേഹത്തോടും വിനയത്തോടും കൂടി പെരുമാറുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ലത്, തിരിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ലത്. ഈ മാർക്കറ്റിൽ എത്ര മണിക്ക് എത്തും ജോലിക്ക്? മാർക്കറ്റ് രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക്. കോഴിക്കോട് പച്ചക്കറി മാളയത്തിലാണ്. എത്ര കാലമായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്? അപ്പോൾ 10 വർഷമായി. 10 വർഷമായി. അപ്പോൾ അതിൻ്റെ എത്ര അഷ്റഫിന് പ്രായം? 42. 10 വർഷമായിട്ടുള്ള ഈ ജോലിയിലേക്ക് വന്നിട്ട്. അതിൻ്റെ മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പേ ഞാൻ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു ക്രിക്കറ്റ് പ്ലെയർ കൂടി, കോഴിക്കോട് ജില്ലാ എഡിഷനൊക്കെ ക്രിക്കറ്റ് കളിച്ചാൽ. ശരി. അപ്പോൾ ഒരു കോളേജിൽ ഒരു PK കോളേജ് എന്ന് പറയുന്ന കോളേജ് ഉണ്ട്. അവിടെ ക്രിക്കറ്റ് ടീമിൻ്റെ ട്രെയിനറിങ്. അതും ഒരു കഥയാണ്. അതായത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ വാശി, ചെറുപ്പത്തിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കും. നമ്മുടെ നാട്ടിലൊരു ടീം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡൗൺ ബാറ്റ്സ്മാനിങ്. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഈ ഷോയിബ് അക്തർ എന്ന ബോളർ പാകിസ്ഥാനിൽ വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ബോളിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ബോൾ ചെയ്യണം. അപ്പോൾ അവരെ ഞാൻ ബോളേ ചെയ്യില്ല. എൻ്റെ നാട്ടിലെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആണ് നിങ്ങളെ അട്രാക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ അദ്ദേഹം ബോൾ ചെയ്യുന്നത് അദ്ദേഹം ഒരു ഹൈ റണ്ണപ്പ് ലോങ് റണ്ണപ്പിൽ ബോൾ ചെയ്ത് പിന്നെ ഞാൻ കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു ഫാസ്റ്റ് ബോളറാകാം. അങ്ങനെ ആ ഒരു ഇതിലൂടെ ഞാൻ ഒരു പ്രയത്നം, അതായത് വീണ്ടും ഞാൻ ഇങ്ങനെ അതിന് വേണ്ടി ശ്രമിച്ച് ഞാൻ അങ്ങനെ ഒരു ബോളറായി മാറി. പിന്നെ ഞാൻ അറിയപ്പെടുന്നത് കോഴിക്കോട് അറിയപ്പെടുന്നത് ഫാസ്റ്റ് ബോളറായിട്ട് കോഴിക്കോട് ജില്ലാ എഡിഷന് ഫാൽക്കൺസ് എന്ന ക്ലബിനിട്ട് കുറച്ച് കാലം ക്രിക്കറ്റ് കളിച്ച്. അതിൻ്റെ അതും PK കോളേജുമായിട്ട് എന്താണ് ബന്ധം? അങ്ങനെ PK കോളേജിൽ ഞാൻ ക്രിക്കറ്റ് ടീമിന് ട്രെയിനറായിട്ട് കയറാണ്. ശരി, അവിടുത്തെ ടീമിൻ്റെ ട്രെയിനറായിട്ട് ബോളിംഗ് ട്രെയിനറായിട്ട് കയറി 3 വർഷം. ഇപ്പോൾ അവിടെ ഇല്ല, 2-3 വർഷം അവർക്ക് അവിടെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തു. ഇപ്പോൾ ഈ 10 വർഷമായിട്ട് ഇങ്ങനെ നിങ്ങൾ രാവിലെ ഇപ്പോൾ എത്ര നേരത്തെയാണ് ഈ ജോലി തുടങ്ങുന്നത്? രാവിലെ 4 മണിക്ക് തുടങ്ങും. 4 മണി, പുലർച്ചെ 4 മണിക്ക് തുടങ്ങി ഒരു 8-10 മണിയാകുമ്പോൾ വർക്ക് കഴിയും അല്ലേ? ബാക്കിയുള്ള സമയം ഇപ്പോൾ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇങ്ങനെ പാട്ടുകൾ, ഓരോ പാട്ടുകൾ പഠിക്കാനും പാടാനും പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെയാണ്. റഫി സാഹിബ് പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രണയഗാനം? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയഗാനം
എന്ന് പറഞ്ഞാൽ ഇപ്പം ബഹാരപൂല് അങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട്, പ്രണയഗാനങ്ങൾ. പക്ഷെ അതിലൊരു വ്യത്യസ്തമായൊരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു യെ മേരാ പ്രേം പത്ര പാട്ടുണ്ട്. മെഹർബാൻ ലിഖൂ ഹസീനാ ലിഖൂ യാ ദിൽരുബാ ലിഖൂ हैरान हूँ कि आपको इस खत में क्या लिखूं, ये मेरा प्रेम पत्र पढ़ कर कि तुम नाराज ना होना, कि तुम मेरी जिंदगी हो, कि तुम मेरी बंदगी हो, ये मेरा प्रेम पत्र पढ़ कर कि तुम नाराज ना होना, कि तुम मेरी जिंदगी हो, कि तुम मेरी बंदगी हो. അദ്ദേഹത്തിൻ്റെ ഈ മതമൈത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകൾ ആലപിച്ചിട്ടുള്ള ഒരാളാണ് റഫി സാബ്. അങ്ങനത്തെ ഒരു പാട്ട് तू हिंदू बनेगा न मुसलमान बनेगा, इंसान की औलाद है इंसान बनेगा. तू हिंदू बनेगा न मुसलमान बनेगा, इंसान की औलाद है इंसान बनेगा. ഈ റഫി സാബിൻ്റെ മകനെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ അന്നത്തെ പ്രോഗ്രാമിന്. അപ്പോൾ അതിന് ശേഷം ആ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ബോംബെ പോയോ നിങ്ങൾ? അതിന് മുമ്പേ ബോംബെ പോയി. ബോംബെ പോയി റഫി സാബിൻ്റെ വീട് സന്ദർശിച്ച്, മ്യൂസിയം, അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്ത് ഇരുന്ന് പാടി, കുറേ സംസാരിച്ച്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അങ്ങനെ അവിടെ അന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായി മുംബൈ ബോരിവലി എന്നത്. അത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് TPM ഹാഷറലി, കോഴിക്കോട് മുഹമ്മദ് ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കിയ സ്ഥാപകനാണ്. ഈ കോഴിക്കോട് മഞ്ചേരി തലശ്ശേരി ഒക്കെ മൂപ്പരനാണ്. അപ്പം മൂപ്പരാണ് എന്നെ കൊണ്ടുപോയത്, മുംബൈയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ അത് അദ്ദേഹത്തിനോട് ഞാനിപ്പോഴും നല്ല നന്ദി ഉള്ള കാരണം അദ്ദേഹത്തിന് കുടുംബമൊക്കെയായിട്ട് ബന്ധമുണ്ട്. ഞാൻ പിന്നെ വീട്ടിൽ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂപ്പരെ. അപ്പം അങ്ങനെയാണ് പോയത്. അതിന് ശേഷം ആണ് റഫീസ ഈ പ്രോഗ്രാമിന് റഫീസാൻ്റെ മകൻ എന്നെ വിളിച്ച് ആശംസകൾ അറിയിച്ചത്. ഇപ്പോൾ ഈ എത്ര പാട്ടുകൾ ഏതാണ്ടൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാടാൻ കഴിയും? ഒരു 300 പാട്ടുകൾ. വിവാഹിതനല്ലേ? അതെ. കുട്ടികൾ 3 ഉണ്ട്. എല്ലാവരും ആൺകുട്ടികളാണ്? അല്ല, 3 പെൺകുട്ടികളാണ്. അമ്മ പെൺകുട്ടികളാരെങ്കിലും പാടുമോ? പാടും, പക്ഷേ അങ്ങനെ പുറത്തൊക്കെ പോയി പാടാൻ ഇവിടെയാണ്, വീട്ടിൽ നിന്നൊക്കെ പാടും. ഈ ലതാജിൻ്റെ പാട്ടൊക്കെ. നിങ്ങളൊരു ശബ്ദം അനുഗ്രഹിച്ച് കിട്ടിയിരിക്കണം അവർക്ക് ആർക്കെങ്കിലും? ചെറിയ മകളുണ്ട്, ഒരു ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ അത്യാവശ്യം പാടും. വൈഫ് നിങ്ങളെ പാട്ടുകളൊക്കെ ആസ്വദിക്കുന്ന ആളാണോ? അതോ ആദ്യമൊക്കെ എതിർപ്പായിരുന്നു പോണേന്. അപ്പം എന്താ പറയുക, അത് ഒരു നാടൻ പ്രദേശത്തുള്ള ആളുകളാണല്ലോ, മലപ്പുറം വായക്കാട് ആണ്. അപ്പോൾ ഈ പിന്നെ അങ്ങനെ ഈ ആളുകളെ ഇതും പിന്നെ ഈ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇപ്പോൾ ആൾക്കാരറിയാൻ തുടങ്ങി. ഇപ്പം പാട്ടുകൾ കേൾക്കും, എൻ്റെ പാട്ടുകൾ കേൾക്കും. അപ്പോൾ ഞാൻ വന്നാൽ ഫോൺ എടുക്കും, എൻ്റെ പാട്ട് കേൾക്കും, നന്നായിട്ടെന്ന് പറയും. നന്നായിട്ട് അറിയാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ബഹാരോ ഫൂൽ ബർസാओ मेरा महबूब आया है, मेरा महबूब आया है. बहारो फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. ആ പാട്ടും കളി വീട്ടിലേക്ക് കയറി വരുമ്പോൾ പാടുന്ന മെരാ മെഹബൂബ് ആയ. അത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു വിവാഹ ചടങ്ങിൽ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിർബന്ധിച്ചൊരു പാട്ട് പാടി. അപ്പോൾ അതിൻ്റെ വൈഫ് കേട്ടിട്ട് പറഞ്ഞു, ആ പാട്ട് നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനിങ്ങനെ പാടിയ പാട്ട് എടുത്ത് കേൾക്കും. റഫി സാബിന് ആദ്യമായിട്ടൊരു ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നത് രവി പറയുന്ന സംഗീത സംവിധായകൻ്റെ ഒരു പാട്ടിനാണ്. ആ പാട്ടിൻ്റെ ഒരു 4 വരികൾ. चौदनी का चांद हो
या आफ़ताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चौदहवीं का चांद हो या आफ़ताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चौदहवीं का चांद हो। ഏത് സംഗീത പ്രേമികളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. വളരെ ബുദ്ധിമുട്ടുള്ള പാടാൻ പ്രയാസമുള്ളൊരു പാട്ടുമാണ്. ദുനിയാക്കരക്ക് പോലെ. നമുക്ക് ആ ഓ ദുനിയാക്കരക്ക് പോലെ അത് റഫി സാബ് ലണ്ടനിൽ പാടി ഒരു വേർഷൻ ഉണ്ട്. അതായത് സിനിമയിൽ പാടിയത് വിഭിന്നായിട്ട് വ്യത്യസ്തമായ രീതിയിൽ പിന്നെ മെഹലൂദാസ് എന്നുള്ളൊരു വരി 10 സ്റ്റൈലിൽ റഫി സാബ് അവിടെ പാടി. പക്ഷെ അത് സിനിമയിൽ ആകെ ഒരു ഇതിലുള്ളൂ. മെഹലൂദാസ് ആ ഒരു ഇതിൽ പാടാം. മെഹലൂദാസ് और गलियां सूनी, महल उदास और गलियां सूनी, महल उदास रे, महल उदास रे, महल उदास, महल उदास और गलियां सूनी, महल उदास और गलियां सूनी, महल उदास और गलियां सूनी, चुप चुप है दीवारें, दिल क्या उजड़ा दुनिया उजड़ी, रूठ गई है बहारें, हम जीवन कैसे गुजारे, ओ मंदिर गिरता फिर बन जाता, दिल को कौन संभाले, ओ दुनिया के रखवाले. 1950 മുതൽ 80 വരെയാണ് വാസ്തവത്തിൽ റഫി സാഹിബിൻ്റെ ഒരു കാലഘട്ടം. അത് ആ കാലത്ത് ഈ സംഗീത ലോകത്ത് നിറഞ്ഞിരുന്ന ഒരു സാന്നിധ്യം തന്നെയാണ്. എല്ലാ നിരന്തരം പാട്ടുകളും സിനിമാ പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച് സംഗീതത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. ഈ റഫി സാഹിബിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാടുന്നുണ്ടല്ലോ. ഈ കൂടാതെ ഇപ്പം നമ്മൾ ഖവാലി രീതിയിലുള്ള പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഖവാലി സംഘം അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ, ഖവാലിയിലെ ആ സീനുകൾ ഇങ്ങനെ നമ്മൾ കാണാം. ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും പാട്ടുകൾ അറിയാമോ? शबाब पे मैं जरा सी शराब फेंकूंगा, किसी हंसी की तरफ ये गुलाब फेंकूंगा, पर्दा है पर्दा है पर्दा है पर्दा है पर्दा है पर्दा पर्दा है पर्दा, पर्दे के पीछे पर्दा नशी है, पर्दा नशी को बे पर्दा न कर दूं, पर्दा पर्दा नशी को बे पर्दा न कर दूं तो अकबर मेरा नाम नहीं है, पर्दा है पर्दा पर्दा है पर्दा.
ഇതാണ് ഒരു ഫേമസ് ആയ ഒരു കവലം. അതെ അതെ, അദ്ദേഹത്തിൻ്റെ വിരഹഗാനങ്ങൾ നമുക്ക് വല്ലാത്തൊരു ഫീല് തരുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ ഒരു മിക്കവാറും പ്രണയത്തോട് ബന്ധപ്പെട്ട വിരഹഗാനങ്ങളാണല്ലോ ഉണ്ടാവുക. फलक पे जितने सितारे हैं वो भी शर्माए, ओ देने वाले मुझे इतनी जिंदगी दे दे, यही सजा है मेरी मौत ही ना आए मुझे, किसी को चैन मिले मुझको बेकली दे दे, गम उठाने के लिए मैं तो जिए जाऊंगा, गम उठाने के लिए मैं तो जिए जाऊंगा, सांस की ले पे तेरा नाम लिए जाऊंगा, गम उठाने के लिए मैं तो जिए जाऊंगा. അദ്ദേഹം റഫി സാബ് ആദ്യമായിട്ട് പാടുന്നത് 13-ാമത്തെ വയസ്സിൽ ഒരു പഞ്ചാബി സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പാടുന്നത്. അതിന് ശേഷം അദ്ദേഹം 1942 ബോംബെയിൽ വന്നു. 43-ലാണ് അദ്ദേഹത്തിന് ഹിന്ദി സിനിമയിൽ പാടാൻ അവസരം കിട്ടുന്നത്. അന്ന് അദ്ദേഹം ഹിന്ദി സിനിമയിൽ പാടിയ ആദ്യം ആ പാട്ടിൻ്റെ തുടക്കം ഇങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ, യഹാം ബദ്ല എന്നാണ്. यहाँ बदला वफा का बेवफाई के सिवा क्या है, यहाँ बदला. ഈ പാട്ട് നമ്മളുടെ ഇടയിലൊന്നും അത്ര പോപ്പുലർ അല്ല, കാരണം അത് വളരെ മുമ്പ് ഉള്ള പാട്ടാണല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ ഈ പാട്ട് പഠിച്ചിട്ട് റഫി സാബ് ആദ്യമായി ഹിന്ദിയിൽ പാടിയ പാട്ടെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർക്കിടയിൽ അവതരിപ്പിക്കണം. നന്നായി പഠിച്ച് അവതരിപ്പിക്കാൻ അവസരം കിട്ടട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള ഒരു പാട്ട് കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. ओ मेरी महबूबा महबूबा महबूबा, तुझे जाना है तो जा, तेरी मर्जी मेरा क्या, पर देख तो जो रूठ कर चली जाएगी, तेरे साथ ही मेरे मरने की खबर जाएगी. ओ मेरी महबूबा महबूबा महबूबा, तुझे जाना है तो जा, तेरी मर्जी मेरा क्या. 1980 ജൂലൈ 31-നാണ് റഫി സാബ് ഈ നമ്മളെ വിട്ടു പിരിയുന്നത്. അത് 1924 മുതൽ 1980 വരെ ഏതാണ്ട് ഒരു 10-15 വർഷക്കാലമാണ് അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ. പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തിനെ ഓർമ്മിക്കാവുന്ന വിധത്തിൽ ഉള്ള പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു പോയിട്ടുള്ളത്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സാമ്യത ലഭിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അദ്ദേഹം പാട്ട് തുടങ്ങുന്നത് 13-ാമത്തെ വയസ്സിലൊരു പഞ്ചാബി സിനിമയിൽ പാടിയിട്ടാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. അതിന് ശേഷമാണ് അദ്ദേഹം ബോംബെയിൽ വരുന്നതും പിന്നെ ഹിന്ദി സിനിമയിലൊക്കെ പാടാൻ തുടങ്ങുന്നതും. അപ്പോൾ അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പേരിനെ പോലെ തന്നെ മോസ്റ്റ് ഓണറബിൾ, മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് ആൻഡ് നോബിൾ പേരാണ് അഷ്റഫ് എന്നുള്ളത്. ആ പേരും അദ്ദേഹത്തിൻ്റെ ഈ റഫി സാബിൻ്റെ പാട്ടുകളോടുള്ള പ്രണയവും നിലനിർത്തിക്കൊണ്ട് പോകാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.